ഹായ് ഹലോ വെൽക്കം ടു PSC ട്രിക്സ് വിത്ത് അമ്മു. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് കേരള സർക്കാരിൻ്റെ ആരോഗ്യ സുരക്ഷാ പദ്ധതികളെക്കുറിച്ചാണ് കേട്ടോ. കൂടാതെ നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നുണ്ട് 2025-ലെയും 2026-ലും ചോദിച്ചിട്ടുള്ള പദ്ധതികളും നമ്മളിതിൽ ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോയാലോ. ആദ്യം തന്നെ പറയുന്നത് വയോമധുരത്തിനെ കുറിച്ചാണ് കേട്ടോ. നിങ്ങൾക്കറിയാം, ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു ടോപ്പിക്കാണ് വയോമധുരം എന്ന് പറഞ്ഞിട്ടുള്ളൊരു പദ്ധതി. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള പ്രമേഹ രോഗികളായ വയോജനങ്ങൾക്ക് സൗജന്യ ഗ്ലൂക്കോമീറ്റർ നൽകുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കായി ആവിഷ്കരിച്ച പദ്ധതി ഏതാണ്? വയോമധുരമാണ് കേട്ടോ. വയോജനങ്ങൾക്കാണ് സൗജന്യ ഗ്ലൂക്കോമീറ്റർ നൽകുന്നതാണ് വയോമധുരം പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. പല്ലുകൾ കൊഴിഞ്ഞുപോയ മുതിർന്ന പൗരന്മാർക്ക് കൃത്രിമ പല്ലുകൾ സൗജന്യമായി വെച്ചുപിടിപ്പിക്കാൻ സാമൂഹ്യനീതി വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതി ഏതാണ്? മന്ദഹാസമാണ് കേട്ടോ. ഒരുപാട് വന്നിട്ടുള്ളതാണ്. പല്ലുകൾ കൊഴിഞ്ഞുപോയ മുതിർന്ന പൗരന്മാർക്ക് കൃത്രിമ പല്ലുകൾ സൗജന്യമായിട്ട് വെച്ചുപിടിപ്പിക്കാൻ ഉള്ള സാമൂഹ്യനീതി വകുപ്പിന്റെ പദ്ധതിയാണ് എന്ത് എന്ന് പറയുന്നത്? മന്ദഹാസം. ഓട്ടിസം ബാധിതരുടെ സമഗ്ര പുരോഗതിക്കായി കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ ആരംഭിച്ച പദ്ധതി ഏതാണ്? സ്പെക്ട്രം ആണ് കേട്ടോ. സ്പെക്ട്രം ഓട്ടിസം ബാധിതരുടെ സമഗ്ര പുരോഗതിക്ക് വേണ്ടിയിട്ടുള്ള കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ ആരംഭിച്ചിട്ടുള്ള പദ്ധതിയാണ് സ്പെക്ട്രം. അതുപോലെ തന്നെ കുഷ്ഠരോഗ വ്യാപനം തടയുന്നതിനുള്ള ആരോഗ്യ വകുപ്പിന്റെ കുഷ്ഠരോഗ നിർണയ ഗൃഹ സന്ദർശന പരിപാടിക്ക് നൽകിയ പേരാണ് അശ്വമേധം എന്ന് പറയുന്നത് കേട്ടോ. ചോദിച്ചിട്ടുണ്ട്, ഏത് രോഗവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അശ്വമേധം പദ്ധതി എന്നുള്ളത്? ഏതാണ്? കുഷ്ഠരോഗവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പദ്ധതിയാണ് അശ്വമേധം എന്ന് പറയുന്നത്. മുതിർന്ന പൗരന്മാരുടെ ആരോഗ്യ സംരക്ഷണം ലക്ഷ്യമാക്കി സംസ്ഥാന സാമൂഹ്യ നീതി വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് വയോ അമൃതം. വയോമധുരവും വയോ അമൃതവും മാറിപ്പോകരുത് കേട്ടോ. വയോ മധുരത്തിൽ നമുക്കറിയാം, മധുരം പ്രമേഹവുമായിട്ട്, അപ്പോൾ ഗ്ലൂക്കോമീറ്റർ ആ ഒരു രീതിയിൽ കണക്ട് ചെയ്യാം കേട്ടോ. വയോ അമൃതം എന്ന് പറഞ്ഞാൽ ആരോഗ്യ സംരക്ഷണം ലക്ഷ്യമാക്കി, മുതിർന്ന പൗരന്മാരുടെ ആരോഗ്യ സംരക്ഷണം ലക്ഷ്യമാക്കിയിട്ട് സംസ്ഥാന സാമൂഹ്യ നീതി വകുപ്പ് ആരംഭിക്കുന്ന പദ്ധതിയാണ് വയോ അമൃതം എന്ന് പറയുന്നത്. കേരള സർക്കാരിന്റെ സമ്പൂർണ്ണ അവയവദാന പദ്ധതിക്ക് നൽകിയ പേര് എന്താണ്? മൃതസഞ്ജീവനിയാണ് കേട്ടോ. കേരള സർക്കാരിന്റെ സമ്പൂർണ്ണ അവയവദാന പദ്ധതിയുടെ പേരെന്താണ്? മൃതസഞ്ജീവനിയാണ്. സ്ഥിരമായിട്ട് വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. 15 വയസ്സിൽ താഴെ പ്രായമുള്ള പ്രമേഹ ബാധിതരായ കുട്ടികൾക്ക് സൗജന്യമായി മികച്ച ചികിത്സ നൽകാൻ കേരള ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് മിഠായി എന്ന് പറയുന്നത് കേട്ടോ. 15 വയസ്സിൽ താഴെ പ്രായമുള്ള പ്രമേഹ ബാധിതരായ കുട്ടികൾക്ക് സൗജന്യമായിട്ട് മികച്ച ചികിത്സ നൽകാൻ വേണ്ടിയിട്ടുള്ള കേരള ആരോഗ്യ വകുപ്പിന്റെ പദ്ധതിയാണ് മിഠായി. കോവിഡ് വ്യാപനവുമായി ബന്ധപ്പെട്ട് ആത്മഹത്യകൾ വർദ്ധിച്ച സാഹചര്യത്തിൽ കേരളത്തിൽ ആരംഭിച്ച ആത്മഹത്യാ പ്രതിരോധ ക്യാമ്പയിനായിരുന്നു ജീവരക്ഷ എന്ന് പറയുന്നത് കേട്ടോ. ഇപ്പോഴും നിലവിൽ കോവിഡിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ച് കാണുന്നുണ്ട് കേട്ടോ. കോവിഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നുണ്ട്. ഇനി എങ്ങാനും നമുക്ക് കോവിഡുമായിട്ട് ബന്ധപ്പെട്ടുള്ള പദ്ധതി ചോദിച്ചാലോ. കോവിഡ് വ്യാപനവുമായി ബന്ധപ്പെട്ട് ആത്മഹത്യകൾ വർദ്ധിച്ച സാഹചര്യത്തിൽ കേരളത്തിൽ ആരംഭിച്ച ആത്മഹത്യാ പ്രതിരോധ ക്യാമ്പയിനായിരുന്നു ജീവരക്ഷ എന്ന് പറയുന്നത്. വൃക്ക തകരാർ മൂലം ഒരു പ്രാവശ്യമെങ്കിലും ഡയാലിസിസിന് വിധേയരാകുന്ന BPL വിഭാഗത്തിൽപ്പെടുന്ന രോഗികൾക്ക് ധനസഹായം അനുവദിക്കുന്ന കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ വഴി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സമാശ്വാസം എന്ന് പറയുന്നത് കേട്ടോ. സമാശ്വാസം, ഒരു പ്രാവശ്യമെങ്കിലും എന്താണ് ഡയാലിസിസിന് വിധേയരാകുന്ന BPL വിഭാഗത്തിൽപ്പെടുന്ന രോഗികൾക്ക് ധനസഹായം കൊടുക്കുന്ന പദ്ധതിയാണ് സമാശ്വാസം എന്ന് പറയുന്നത് കേട്ടോ. വൃക്ക തകരാർ മൂലമാണ്. റോഡ് അപകടങ്ങളിൽ പെടുന്നവർക്ക് ആദ്യ മണിക്കൂറിൽ തന്നെ അടിയന്തര ചികിത്സ ലഭ്യമാക്കാനായി സംസ്ഥാനം ഒട്ടാകെ കേരള സർക്കാർ നടപ്പിലാക്കിയിട്ടുള്ള സൗജന്യ ആംബുലൻസ് ശൃംഖല ഏതാണ്? കനിവ് എന്ന പേരിലാണ് കേട്ടോ. റോഡ് അപകടങ്ങളിൽ പെടുന്നവർക്ക് തന്നെ ആദ്യ മണിക്കൂറിൽ തന്നെ അടിയന്തര ചികിത്സ ലഭ്യമാക്കാൻ വേണ്ടിയിട്ട് സംസ്ഥാനം ഒട്ടാകെ കേരള സർക്കാർ നടപ്പിലാക്കുന്ന സൗജന്യ ആംബുലൻസ് ശൃംഖലയാണ് കനിവ് എന്ന് പറയുന്നത് കേട്ടോ. കനിവ്. മാരകമായ അസുഖങ്ങൾ മൂലം ദുരിതമനുഭവിക്കുന്ന 18 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ ഡയാലിസിസ് ഉൾപ്പെടെയുള്ള ചികിത്സയ്ക്കായി ധനസഹായം നൽകുന്ന പദ്ധതി ഏതാണ്? താലോലമാണ് കേട്ടോ. മാരകമായ അസുഖങ്ങൾ എന്ന് പറയുമ്പോൾ ഹീമോഫീലിയ, ഹൃദ്രോഗം, വൃക്കാരോഗം അതെല്ലാം പെടും കേട്ടോ. അതിൽ അങ്ങനെയുള്ള മാരകമായ അസുഖങ്ങൾ മൂലം ദുരിതം അനുഭവിക്കുന്ന 18 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ ഡയാലിസിസ് ഉൾപ്പെടെയുള്ള ചികിത്സയ്ക്കായിട്ട് ധനസഹായം നൽകുന്ന പദ്ധതി ഏതാണ്? താലോലം പദ്ധതിയാണ് കേട്ടോ. അതിൻ്റെ പ്രാഥമിക സഹായം എന്ന് പറയുന്നത് 50,000 രൂപയാണെന്ന് ഓർത്തിരിക്കുക. കിടപ്പിലായ രോഗികളെ വീട്ടിലെത്തി അവരെ പരിചരിക്കുക എന്ന ലക്ഷ്യത്തോടെ ആവിഷ്കരിച്ച ചികിത്സാ പദ്ധതി ഏതാണ്? സ്വാന്തനമാണ് കേട്ടോ. കിടപ്പിലായ രോഗികളുടെ വീട്ടിലെത്തി അവരെ പരിചരിക്കുക എന്ന ലക്ഷ്യത്തോടെ ആവിഷ്കരിച്ച ചികിത്സാ പദ്ധതിയാണ് സ്വാന്തനം എന്ന് പറയുന്നത്. കിടപ്പ് രോഗികളെ ശുശ്രൂഷിക്കുന്നവർക്ക് പ്രതിമാസ ധനസഹായം ലഭ്യമാക്കുന്ന പദ്ധതി ഏതാണ്? ആശ്വാസ കിരണമാണ് കേട്ടോ. ചോദിച്ചിട്ടുണ്ട്. കിടപ്പ് രോഗികളെ ശുശ്രൂഷിക്കുന്നവർക്ക്, അവരെ നോക്കുന്നവർക്ക്, കിടപ്പിലായ രോഗികളെ നോക്കുന്നവർക്ക് ഒരു പ്രതിമാസം ഒരു ധനസഹായം കൊടുക്കുന്ന പദ്ധതിയാണ് ആശ്വാസ കിരണം എന്ന് പറയുന്നത്.
ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ക്യാൻസർ രോഗികൾക്കായി ആരംഭിച്ച സൗജന്യ ചികിത്സാ പദ്ധതി ഏതാണ്? സുഹൃതമാണ് കേട്ടോ. അതിൻ്റെ ബ്രാൻഡ് അംബാസിഡർ മമ്മൂട്ടിയാണ് കേട്ടോ. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ക്യാൻസർ രോഗികൾക്കായിട്ട് ആരംഭിച്ച സൗജന്യ ചികിത്സാ പദ്ധതി, അങ്ങനെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുണ്ട്. സൗജന്യ ചികിത്സാ പദ്ധതി ഏതാണ്? സുഹൃതമാണ്. സുഹൃതം. അതിൻ്റെ ബ്രാൻഡ് അംബാസിഡറേയും കൂടെ ഓർത്തിരിക്കുക, മമ്മൂട്ടിയാണ്. അടുത്തതാണ് ആർദ്രം, അല്ലേ? ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ് ആർദ്രം. എന്താണത്? സർക്കാർ ആശുപത്രികളിലെ ബുദ്ധിമുട്ടുകൾ പരിഹരിച്ച് ജനസൗഹൃദ ആശുപത്രികൾ സൃഷ്ടിക്കുന്നതിനായി നവകേരള മിഷന്റെ ആയിട്ട് ആരംഭിച്ച പദ്ധതിയാണ് ആർദ്രം എന്ന് പറയുന്നത് കേട്ടോ. സർക്കാർ ആശുപത്രികളെ ബുദ്ധിമുട്ടുകൾ പരിഹരിച്ചിട്ട് ജനസൗഹൃദ ആശുപത്രികൾ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടുള്ള നവകേരള മിഷന്റെ ഭാഗമായിട്ട് ആരംഭിച്ചൊരു പദ്ധതിയാണ് ആർദ്രം എന്ന് പറയുന്നത് കേട്ടോ. അതിന്റെ ലക്ഷ്യങ്ങൾ നമ്മൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. എന്തൊക്കെയാണ്? ജനസൗഹൃദ ഔട്ട് പേഷ്യന്റ് സേവനങ്ങൾ, PHSCകളെ FHSCകളാക്കി പുനർ എഞ്ചിനീയറിംഗ് ചെയ്യുക, പാർശ്വവൽക്കരിക്കപ്പെട്ട ജനങ്ങൾക്ക് സമഗ്രമായ ആരോഗ്യ സേവനങ്ങളിലേക്കുള്ള പ്രവേശനം, പ്രാഥമിക പരിചരണ ക്രമീകരണങ്ങളിൽ നിന്ന് തൃതീയ ക്രമീകരണങ്ങളിലേക്കുള്ള സേവനങ്ങളുടെ സ്റ്റാൻഡർഡൈസേഷൻ. അപ്പോൾ ഇത്രയുമാണ് ആർദ്രം പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്. നിർബന്ധമായിട്ടും പഠിച്ചിട്ട് പോണേ. സ്കൂളുകളിലെയും കലാലയങ്ങളെയും ലഹരി വിമുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി ഏതാണ്? ക്ലീൻ ക്യാമ്പസ് സേഫ് ക്യാമ്പസ് ആണ് കേട്ടോ. സ്കൂളുകളെയും കലാലയങ്ങളെയും ലഹരി മുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ ആരംഭിച്ചിട്ടുള്ള പദ്ധതിയാണ് ക്ലീൻ ക്യാമ്പസ് സേഫ് ക്യാമ്പസ് എന്നുള്ളത്. സംസ്ഥാന ആയുർവേദ വകുപ്പ് നടപ്പിലാക്കിയ സ്കൂൾ തല ആരോഗ്യ പദ്ധതിക്ക് നൽകിയ പേരാണ് ബാലമുകുളം എന്ന് പറയുന്നത് കേട്ടോ. ആയുർവേദ വകുപ്പിന്റെ സ്കൂൾ തല ആരോഗ്യ പദ്ധതിയാണ് ബാലമുകുളം എന്ന് പറയുന്നത്. ഇപ്പൊ ചോദിക്കുന്നത് ഒരുപാട് പദ്ധതികൾ കൊടുത്തിട്ട് അതിൻ്റെ ഡെഫിനേഷനൊക്കെ കൊടുത്തിട്ട് അതിൻ്റെ ലക്ഷ്യങ്ങളൊക്കെ കൊടുത്തിട്ട് അതിൽ ശരിയായത് ഏത് തെറ്റായത് ഏത് ആ ഒരു രീതിയിലാണ് ക്വസ്റ്റ്യൻ പാറ്റേൺ കേട്ടോ. അപ്പോൾ എല്ലാതും നല്ല വൃത്തിയിൽ പഠിച്ചിട്ട് പോവാം. എന്തായാലും ഷുവറാണ് കേട്ടോ. ഇത് ഷുവർ ഷോർട്ട് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഈ ആരോഗ്യ സുരക്ഷാ പദ്ധതികൾ എന്ന് പറയുന്നത് കേട്ടോ. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഇപ്പോൾ ഡിഗ്രി ലെവലാണെങ്കിലും ഏതൊരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്താലും അതിലൊരു നമുക്ക് കാണാൻ കഴിയും ഒരു സുരക്ഷാ പദ്ധതി ഉണ്ടാവും. ഒരുപാട് ഡീപ്പായിട്ട് 10th പ്രിലിംസിന് ചോദിക്കില്ല. അത്യാവശ്യം സ്ഥിരമായിട്ട് ചോദിച്ച് വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയായിരിക്കും മിക്കവാറും ചോദിക്കാൻ ചാൻസ് ഉള്ളത്. റോഡ് അപകടങ്ങളിൽ പെടുന്നവർക്ക് അടിയന്തര ചികിത്സ ലഭ്യമാക്കാനായി കേരള പോലീസ് ആരംഭിച്ചിട്ടുള്ള പദ്ധതിയാണ് സ്മൈൽ എന്ന് പറയുന്നത് കേട്ടോ. റോഡ് അപകടങ്ങളിൽ പെടുന്നവർക്ക് അടിയന്തര ചികിത്സ ലഭ്യമാക്കാൻ വേണ്ടിയിട്ടുള്ള കേരള പോലീസ് ആരംഭിച്ച പദ്ധതിയാണ് സ്മൈൽ എന്ന് പറയുന്നത്. മുനിസിപ്പൽ കോർപ്പറേഷൻ പരിധിയിലെ എത്ര വയസ്സിന് മുകളിൽ പ്രായമുള്ളവരുടെ ആരോഗ്യ സംരക്ഷണത്തിനായിട്ടാണ് വയോമിത്രം എന്ന പദ്ധതി കേരള സർക്കാർ ആരംഭിച്ചിട്ടുള്ളത്? എത്രയാണ്? 65 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരുടെയാണ് കേട്ടോ. മുനിസിപ്പൽ അല്ലെങ്കിൽ കോർപ്പറേഷൻ പരിധിയിലുള്ള 65 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരുടെ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് വയോമിത്രം എന്ന് പറയുന്നത് കേട്ടോ. വയോമിത്രം സ്ഥിരമായിട്ട് ഈ വയോജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പദ്ധതി സ്ഥിരമായിട്ട് ചോദിച്ച് കാണുന്നുണ്ട് കേട്ടോ. ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ നമുക്ക് ഇനിയിപ്പോൾ ക്വസ്റ്റ്യൻസ് ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. കേരള സർക്കാർ ആരംഭിച്ച സുബോധം എന്ന ബോധവൽക്കരണ പദ്ധതി എന്തിനെതിരെയുള്ളതാണ്? സുബോധം എന്ന് കേൾക്കുമ്പോഴേ തന്നെ നമുക്കറിയാം ലഹരി ഉപയോഗമാണ് അല്ലേ. ലഹരി ഉപയോഗിച്ചാൽ നമുക്ക് ബോധമില്ലാണ്ടാവും അല്ലേ. അപ്പോൾ സുബോധം എന്ന ബോധവൽക്കരണ പദ്ധതി എന്തിനെതിരെയുള്ളതാണ്? ലഹരി ഉപയോഗത്തെക്കുറിച്ചുള്ളതാണ്. എത്ര വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കായിട്ടാണ് സർക്കാർ ഏർപ്പെടുത്തിയ സമഗ്ര ആരോഗ്യ പരിരക്ഷ സേവനങ്ങൾ നൽകുന്ന പദ്ധതിയാണ് ആരോഗ്യകിരണം. ആരോഗ്യകിരണം നമുക്കറിയാം 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സർക്കാർ ഏർപ്പെടുത്തിയിട്ടുള്ള സമഗ്ര ആരോഗ്യ പരിരക്ഷ സേവനങ്ങൾ നൽകുന്ന ഒരു പദ്ധതിയാണ് ആരോഗ്യകിരണം എന്ന് പറയുന്നത്. ആരോഗ്യകിരണത്തിൽ എത്ര വയസ്സുള്ള കുട്ടികൾക്കാണ്? 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കാണ് എല്ലാ പരിരക്ഷാ സേവനങ്ങളും നൽകുന്നത്. വായുവിലൂടെ പകരുന്ന രോഗങ്ങളെ തടയുന്നതിന്റെ ഭാഗമായി കേരള ആരോഗ്യ വകുപ്പ് ആവിഷ്കരിച്ച നൂതന പദ്ധതിയാണ് തൂവാല വിപ്ലവം എന്ന് പറയുന്നത്. നമ്മുടെ കോവിഡ് ഒക്കെ ഉണ്ടായിരുന്ന സമയത്ത് വന്നിട്ടുണ്ടായിരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതും ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ അല്ല, അപ്പത്തെ കേട്ടോ. കേരളത്തിലെ പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട അമ്മമാർക്കും ഗർഭിണികൾക്കും പോഷകാഹാരക്കുറവ് പരിഹരിക്കുന്നതിനായി ധനസഹായം നൽകുന്നതിന് ആരംഭിച്ച പദ്ധതിയാണ് ജനനി ജന്മരക്ഷ എന്ന് പറയുന്നത്. ചോദിച്ചിട്ടുണ്ട്. കേരളത്തിലെ പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട അമ്മമാർക്കും ഗർഭിണിമാർക്കും പോഷകാഹാരക്കുറവ് പരിഹരിക്കാൻ വേണ്ടിയിട്ട് ധനസഹായം നൽകുന്ന ഒരു പദ്ധതിയാണ് ജനനി ജന്മരക്ഷ എന്ന് പറയുന്നത് കേട്ടോ. ജനനി ജന്മരക്ഷ. സ്കൂൾ വിദ്യാർത്ഥികളുടെ ജീവിതശൈലിയിൽ ആരോഗ്യപരമായ മാറ്റം കൊണ്ടുവരാനായി ആരംഭിച്ച പദ്ധതിയാണ് ലീപ്പ്. ഇമ്പോർട്ടൻ്റ് ആണ്. സ്കൂൾ വിദ്യാർത്ഥികളുടെ ജീവിതശൈലിയിൽ ആരോഗ്യപരമായിട്ടുള്ള മാറ്റം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ആരംഭിച്ച പദ്ധതി ഏതാണ്? ലീപ്പ്.
സെറിബ്രൽ പാൾസി, ഓട്ടിസം, മാനസിക വൈകല്യം, ബഹുമുഖ വൈകല്യം എന്നിവയുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാനായി വിഭാവനം ചെയ്യപ്പെട്ട സൗജന്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി ഏതാണ്? നിരാമയ ഇൻഷുറൻസ് ആണ് കേട്ടോ. നിരാമയ ഇൻഷുറൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. സെറിബ്രൽ പാൾസി, ഓട്ടിസം, മാനസിക വൈകല്യം, ബഹുമുഖ വൈകല്യം എന്നിവയുള്ളവരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ വേണ്ടിയിട്ടുള്ള ഒരു സൗജന്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി ഏതാണ്? നിരാമയ ഇൻഷുറൻസ് ആണ്. പകർച്ചവ്യാധി പ്രതിരോധത്തിനും നിയന്ത്രണത്തിനും വേണ്ടി ഒരു വർഷം മുഴുവൻ നീണ്ടു നിൽക്കുന്ന പ്രതിദിന പ്രതിരോധം എന്ന ആശയത്തിൽ അധിഷ്ഠിതമായ കർമ്മ പരിപാടി ഏതായിരുന്നു? അത് ആരോഗ്യ ജാഗ്രത എന്നുള്ള പരിപാടിയായിരുന്നു കേട്ടോ. കേരളത്തെ അംഗപരിമിത സൗഹൃദ സംസ്ഥാനമാക്കുക എന്ന ലക്ഷ്യം കൈവരിക്കാൻ വേണ്ടിയിട്ട് കേരള സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതി ഏതാണ്? അനുയാത്രയാണ് കേട്ടോ. അനുയാത്രയാണ്, ഇമ്പോർട്ടൻ്റ് ആണ് അനുയാത്ര. കേരളത്തെ അംഗപരിമിത സൗഹൃദ സംസ്ഥാനമാക്കുക എന്ന ലക്ഷ്യം കൈവരിക്കാൻ വേണ്ടിയിട്ട് കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി ഏതാണ്? അനുയാത്രയാണ്. അനുയാത്ര. കുട്ടികളിലെ ശ്രവണ സംബന്ധമായ വൈകല്യങ്ങൾ മുൻകൂട്ടി കണ്ടെത്തി പരിഹരിക്കുന്നതിനായി അനുയാത്രയുടെ ഭാഗമായിട്ട് നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയാണ് കാതോരം എന്ന് പറയുന്നത് കേട്ടോ. കുട്ടികളിലെ ശ്രവണ സംബന്ധമായ വൈകല്യങ്ങൾ മുന്നേ കൂട്ടി കണ്ടെത്തി പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഈ അനുയാത്ര പദ്ധതിയുടെ ഭാഗമായിട്ട് നടപ്പിലാക്കുന്ന ഒരു പദ്ധതി ഏതാണെന്ന് ചോദിച്ചാൽ അതേതാണ്? കാതോരമാണ്. കാതോരം. സ്ത്രീകളുടെയും ശാരീരികവും മാനസികവുമായ രോഗാവസ്ഥകൾക്കും ബുദ്ധിമുട്ടുകൾക്കും ചികിത്സയും കൗൺസിലിംഗും നൽകുക എന്ന ലക്ഷ്യത്തോടെ എല്ലാ ഹോമിയോ ആശുപത്രികളിലും നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സീതാലയം എന്ന് പറയുന്നത് കേട്ടോ. സീതാലയം എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ത്രീകളുടെ ശാരീരികവും മാനസികവുമായിട്ടുള്ള എല്ലാ ബുദ്ധിമുട്ടുകൾക്കും രോഗാവസ്ഥകൾക്കും ചികിത്സയും കൗൺസിലിംഗും നൽകുക എന്ന ലക്ഷ്യത്തോടെ എല്ലാ ഹോമിയോ ആശുപത്രികളിലും നടപ്പിലാക്കി വരുന്ന പദ്ധതിയാണ് സീതാലയം എന്ന് പറയുന്നത്. കൗമാരക്കാരായ സ്കൂൾ കുട്ടികളെ ജീവിതശൈലി രോഗങ്ങളിൽ നിന്നും രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഭാരതീയ ചികിത്സാ വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയാണ് കൗമാര സ്നേഹം എന്ന് പറയുന്നത്. കൗമാരക്കാരായ സ്കൂൾ കുട്ടികളെ ജീവിതശൈലി രോഗങ്ങളിൽ നിന്നും രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഭാരതീയ ചികിത്സാ വകുപ്പ് ആവിഷ്കരിച്ചിട്ടുള്ള ഒരു പദ്ധതി ഏതാണ്? കൗമാര സ്നേഹമാണ്. അമ്മയോ അച്ഛനോ മരിച്ചുപോയ കുട്ടികൾക്കും സംരക്ഷിക്കാൻ ആളില്ലാത്തവർക്കും മാസം ഒരു നിശ്ചിത തുക നൽകാനായി സാമൂഹ്യ നീതി വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതി ഏതാണ്? സ്നേഹപൂർവ്വമാണ് കേട്ടോ. സ്നേഹപൂർവ്വം ഇമ്പോർട്ടൻ്റ് ആണ്. 2-3 ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ളതാണ് സ്നേഹപൂർവ്വം. അച്ഛനോ അമ്മയോ മരിച്ചുപോയ കുട്ടികൾക്കും സംരക്ഷിക്കാൻ ആളില്ലാത്തവർക്കും എന്താണ്? എല്ലാ മാസവും ഒരു നിശ്ചിത തുക നൽകാൻ വേണ്ടിയിട്ടുള്ള സാമൂഹ്യ നീതി വകുപ്പിൻ്റെ പദ്ധതിയാണ് സ്നേഹപൂർവ്വം എന്ന് പറയുന്നത്. പ്രമേഹാനുബന്ധ നേത്രപടല രോഗങ്ങളുടെ പരിശോധനയ്ക്കും ചികിത്സയ്ക്കുമായിട്ടുള്ള കേരള സർക്കാർ ആരംഭിച്ചിട്ടുള്ള പദ്ധതിയാണ് നയനാമൃതം എന്ന് പറയുന്നത്. പ്രമേഹാനുബന്ധ നേത്രപടല രോഗങ്ങളുടെ പരിശോധനയ്ക്കും ചികിത്സയ്ക്കും വേണ്ടിയിട്ട് കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി ഏതാണ്? നയനാമൃതം. ഇനി എന്താണ് നമുക്ക് അമ്മത്തൊട്ടിൽ പദ്ധതിക്ക് തുടക്കം കുറിച്ചതെന്ന് നോക്കാം. എന്താണ്? 2002 നവംബർ 14 തിരുവനന്തപുരം ജില്ലയിലെ തൈക്കാട് അമ്മത്തൊട്ടിൽ പദ്ധതിക്ക് തുടക്കം കുറിക്കുന്നത് കേട്ടോ. 2002 നവംബർ 14. ചൂഷണത്തിന് വിധേയമായി അവിവാഹിതാവസ്ഥയിൽ അമ്മമാരാകുന്ന അഗതികളായ സ്ത്രീകൾക്ക് പ്രതിമാസ ധനസഹായം ലഭ്യമാക്കി അവരെ പുനരധിവസിപ്പിക്കാനുള്ള പദ്ധതി ഏതാണ്? സ്നേഹസ്പർശമാണ് കേട്ടോ. സ്നേഹസ്പർശം ചോദിച്ചു കണ്ടിട്ടുണ്ട്. ചൂഷണത്തിനൊക്കെ വിധേയമായിട്ട് അവിവാഹിതാവസ്ഥയിൽ അമ്മമാരാകുന്ന അഗതികളായിട്ടുള്ള സ്ത്രീകൾക്ക് പ്രതിമാസ ധനസഹായം ലഭ്യമാക്കുന്ന അവരെ വീണ്ടും എവിടെയെങ്കിലും താമസിപ്പിക്കാനുള്ള ഒരു പദ്ധതിയാണ് എന്തെന്ന് പറയുന്നത്? സ്നേഹസ്പർശം പദ്ധതി എന്ന് പറയുന്നത്. ചോദിച്ചിട്ടുണ്ട്. നവജാത ശിശുക്കളിലെ വൈകല്യങ്ങൾ തിരിച്ചറിഞ്ഞ് തുടർ ചികിത്സ ലഭ്യമാക്കാൻ ആരംഭിച്ച മൊബൈൽ ആപ്ലിക്കേഷൻ ഏതാണ്? ജാതക സേവയാണ് കേട്ടോ. ജാതക സേവയാണ് നവജാത ശിശുക്കളിലെ വൈകല്യങ്ങൾ തിരിച്ചറിഞ്ഞ് തുടർ ചികിത്സ ലഭ്യമാക്കാൻ ആരംഭിച്ച മൊബൈൽ ആപ്ലിക്കേഷൻ ഏതാണ്? ജാതക സേവ. അനാഥരായ കുട്ടികൾക്ക് ആരോഗ്യപൂർണവും സന്തോഷദായകവുമായ ഒരു ജീവിതം ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് സനാഥ ബാല്യം എന്ന് പറയുന്നത്. അനാഥരായ കുട്ടികൾക്ക് ആരോഗ്യപൂർണവും സന്തോഷദായകവുമായ ഒരു ജീവിതം ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ ആരംഭിച്ചിട്ടുള്ള ഒരു പദ്ധതിയാണ് സനാഥ ബാല്യം എന്ന് പറയുന്നത്. സ്ത്രീകളുടെയും കുട്ടികളുടെയും പോഷകക്കുറവ് പരിഹരിക്കുന്നതിനായി പോഷൻ അഭിയാന്റെ ഭാഗമായി സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതി ഏതാണ്? സമ്പുഷ്ട കേരളമാണ് കേട്ടോ. സമ്പുഷ്ട കേരളമാണ്. സ്ത്രീകളുടെയും കുട്ടികളുടെയും പോഷകാഹാരക്കുറവ് പരിഹരിക്കാൻ വേണ്ടിയിട്ട് പോഷൻ അഭിയാന്റെ ഭാഗമായിട്ട് സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പ് നടപ്പിലാക്കി വരുന്ന പദ്ധതി. അതിൻ്റെ ലക്ഷ്യങ്ങളും കൂടെ നമ്മൾ പഠിച്ചിരിക്കണേ. സ്ത്രീകളിലെയും കുട്ടികളിലുമുള്ള വിളർച്ചാ നിരക്ക് കുറയ്ക്കുക,
മുലയൂട്ടൽ പ്രോത്സാഹിപ്പിക്കുക, നവജാത ശിശുക്കളുടെ തൂക്കക്കുറവ് പരിഹരിക്കുക, അതുപോലെ തന്നെ പുതുതലമുറയുടെ ആരോഗ്യ ശുചിത്വം മെച്ചപ്പെടുത്തുക. ഇത്രയുമാണ് സമ്പുഷ്ട കേരളത്തിൻ്റെ ലക്ഷ്യങ്ങളെന്ന് പറയുന്നത്. ജനന സമയത്ത് തന്നെ ഹൃദയരോഗങ്ങളുമായി ജനിക്കുന്ന കുട്ടികൾക്ക് സൗജന്യ ചികിത്സ ലഭ്യമാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതി, കേരള സർക്കാരിൻ്റെ ഒരു പദ്ധതിയാണ് ഹൃദ്യം എന്ന് പറഞ്ഞിട്ടുണ്ട് ഉള്ളത് കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആണ്. ജനന സമയത്ത് തന്നെ ഹൃദയരോഗങ്ങളുമായി, ഹൃദ്യം അല്ലേ, ഹൃദയരോഗങ്ങളുമായി ജനിക്കുന്ന കുട്ടികൾക്ക് സൗജന്യ ചികിത്സ ലഭ്യമാക്കാൻ വേണ്ടിയിട്ടുള്ള കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി ഏതാണ്? ഹൃദ്യമാണ്. ഹൃദ്യം. ഇനി എന്താണ് ഉഷസ് എന്ന് പറഞ്ഞിട്ടുള്ള പദ്ധതി? കേരളത്തിലെ നഗരങ്ങളിലെ ചേരികളിൽ താമസിക്കുന്ന സാധാരണക്കാരുടെ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയാണ് ഉഷസ് എന്ന് പറയുന്നത് കേട്ടോ. നഗര ചേരികളിൽ താമസിക്കുന്ന സാധാരണക്കാരുടെ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് ഉഷസ് എന്ന് പറയുന്നത്. ചോദിച്ചിട്ടുണ്ട്. ബധിരരായ കുട്ടികളുടെ കോക്ലിയ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് ധനസഹായം നൽകുന്ന കേരള സർക്കാർ പദ്ധതി ഏതാണ്? ശ്രുതി തരംഗമാണ് കേട്ടോ. ശ്രുതി തരംഗം എന്താണ്? ബധിരരായിട്ടുള്ള കുട്ടികളുടെ കോക്ലിയ മാറ്റിവെക്കാൻ വേണ്ടിയിട്ട് ശസ്ത്രക്രിയയ്ക്ക് ധനസഹായം നൽകുന്ന കേരള സർക്കാർ പദ്ധതിയാണ് ശ്രുതി തരംഗം എന്ന് പറയുന്നത്. ഇനി കോക്ലിയ ഇംപ്ലാന്റ് നടത്തിയവർക്ക് തുടർ ചികിത്സ ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കേരള സർക്കാരിൻ്റെ പദ്ധതിയാണ് ധ്വനി എന്ന് പറയുന്നത് കേട്ടോ. കോക്ലിയ ഇംപ്ലാന്റ് നടത്തിയവർക്കുള്ള തുടർ ചികിത്സ ഉറപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള കേരള സർക്കാർ പദ്ധതി ഏതാണ്? അത് ധ്വനിയാണ്. ധ്വനി. ശ്രുതി തരംഗവും ധ്വനിയും ഓർത്തിരിക്കണേ. 30 വയസ്സിന് മേൽ പ്രായമായവർക്ക് ജീവിതശൈലി രോഗങ്ങൾക്കായുള്ള സൗജന്യ രോഗനിർണയവും ചികിത്സയും ഉറപ്പുവരുത്തുന്ന ആരോഗ്യ പദ്ധതി ഏതാണ്? അമൃതം ആരോഗ്യമാണ് കേട്ടോ. അമൃതം ആരോഗ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പദ്ധതിയാണ്. 30 വയസ്സിന് മേൽ പ്രായമായവർക്ക് ജീവിതശൈലി രോഗങ്ങൾക്കായുള്ള സൗജന്യ രോഗനിർണയവും ചികിത്സയും സൗജന്യമായിട്ടാണ്. അങ്ങനെ ഉറപ്പുവരുത്തുന്ന ആരോഗ്യ പദ്ധതി ഏതാണ്? അമൃതം ആരോഗ്യമാണ് കേട്ടോ. അമൃതം ആരോഗ്യം. മാനസിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്ന് സുഖം പ്രാപിച്ചവർക്കുള്ള കേരള സർക്കാരിൻ്റെ പുനരധിവാസ പദ്ധതി ഏതാണ്? സ്നേഹക്കൂടാണ്. സ്നേഹക്കൂട് എന്താണ്? മാനസിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്ന് സുഖം പ്രാപിച്ചവർക്കുള്ള കേരള സർക്കാരിൻ്റെ പുനരധിവാസ പദ്ധതിയാണ് സ്നേഹക്കൂട് എന്ന് പറയുന്നത്. സ്നേഹക്കൂട്. എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് പ്രതിമാസ ധനസഹായം നൽകുന്നതിന് വേണ്ടി കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ ആരംഭിച്ചൊരു പദ്ധതിയായിരുന്നു സ്നേഹസ്വാന്തനം എന്ന് പറയുന്നത് കേട്ടോ. സ്നേഹസ്വാന്തനം. എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് പ്രതിമാസം ധനസഹായം നൽകാൻ വേണ്ടിയിട്ടുള്ള കേരള സാമൂഹ്യ സുരക്ഷാ മിഷന്റെ പദ്ധതിയാണ് സ്നേഹസ്വാന്തനം. സ്നേഹസ്വാന്തനം. UN ഫുഡ് പ്രോഗ്രാമിന്റെ സഹകരണത്തോടെ നൽകുന്ന ഗ്ലെൻ മാർക്ക് ന്യൂട്രീഷൻ അവാർഡ് 2022 ലഭിച്ച കുടുംബശ്രീ പദ്ധതി ഏതാണ്? അമൃതം ന്യൂട്രിമിക്സ് ആണ് കേട്ടോ. അമൃതം ന്യൂട്രിമിക്സ്. ഞാൻ എഴുതിയൊരു പ്രിലിംസിൽ ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. അന്ന് എനിക്കത് എഴുതാൻ കിട്ടിയില്ല. UN ഫുഡ് പ്രോഗ്രാമിന്റെ സഹകരണത്തോടെ നൽകുന്ന ഗ്ലെൻ മാർക്ക് ന്യൂട്രീഷൻ അവാർഡ് 2022 ലഭിച്ച കുടുംബശ്രീ പദ്ധതി ഏതാണ്? അമൃതം ന്യൂട്രിമിക്സ് ആണ് കേട്ടോ. അമൃതം ന്യൂട്രിമിക്സ്. ഡിമെൻഷ്യ ബാധിതരെ പരിപാലിക്കുന്നതിനും സമൂഹത്തിൽ ഈ വിഷയത്തിന് വേണ്ട ബോധവൽക്കരണം നടത്തുന്നതിനും കേരള സർക്കാർ സാമൂഹ്യനീതി വകുപ്പ് മുഖേന നടപ്പിലാക്കിയ പദ്ധതി ഏതാണ്? സ്മൃതി പദമാണ്. സ്മൃതി പദം. സ്മൃതി എന്ന് പറഞ്ഞാൽ ഈ ഓർമ്മയായിട്ടൊക്കെ നമുക്ക് കണക്ട് ചെയ്യാലോ. അപ്പോൾ ഡിമെൻഷ്യ ബാധിതരെ പരിപാലിക്കാൻ വേണ്ടിയിട്ടും സമൂഹത്തിൽ ആ ഒരു വിഷയത്തിന് വേണ്ടിയിട്ടുള്ള ബോധവൽക്കരണങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ടും കേരള സർക്കാർ സാമൂഹ്യനീതി വകുപ്പ് മുഖേന നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയാണ് എന്ത് എന്ന് പറയുന്നത്? സ്മൃതി പദം. സർക്കാർ ആശുപത്രികളിൽ ജനിക്കുന്ന എല്ലാ കുട്ടികളെയും സമഗ്ര പരിശോധനയ്ക്ക് വിധേയമാകുന്ന പദ്ധതി ഏതാണ്? ശലഭം പദ്ധതിയാണ്. സർക്കാർ ആശുപത്രികളിൽ ജനിക്കുന്ന എല്ലാ കുട്ടികളെയും സമഗ്ര പരിശോധനയ്ക്ക് വിധേയമാക്കുന്ന പദ്ധതി ഏതാണ്? ശലഭം. ഇത് ഒരുപാട് വട്ടം ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ ഈ ശലഭം എന്ന് പറഞ്ഞിട്ടുള്ള പദ്ധതി. ഹൃദ്രോഗം, വൃക്കാരോഗം, ഹീമോഫീലിയ എന്നീ രോഗങ്ങൾ ബാധിച്ച സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്കുള്ള ചികിത്സാ പദ്ധതി ഏതാണ്? അത് കാരുണ്യാണ് കേട്ടോ. കാരുണ്യ. ഹൃദയരോഗം, വൃക്കാരോഗം, ഹീമോഫീലിയ എന്നീ രോഗങ്ങൾ ബാധിച്ചിട്ട് സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്നവർക്കുള്ള ചികിത്സാ പദ്ധതി ഏതാണ്? കാരുണ്യാണ് കേട്ടോ. കാരുണ്യ. സംസ്ഥാനത്തെ റോഡ് അപകടങ്ങൾ കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി ഏതാണ്? ശുഭയാത്രയാണ് കേട്ടോ. ശുഭയാത്രയാണ്. അതിൻ്റെ ബ്രാൻഡ് അംബാസഡർ വന്നിട്ട് മോഹൻലാലാണ് കേട്ടോ. മോഹൻലാലാണ്. സംസ്ഥാനത്തെ റോഡ് അപകടങ്ങൾ കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി ഏതാണ്? ശുഭയാത്ര. അതിൻ്റെ ബ്രാൻഡ് അംബാസഡർ മോഹൻലാലാണ്. കൂടാതെ തന്നെ മൃതസഞ്ജീവനി നമ്മൾ നേരത്തെ പറഞ്ഞു, അതിവിടെ വീണ്ടും റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. കേരള സർക്കാരിൻ്റെ സമ്പൂർണ്ണ അവയവദാന പദ്ധതിയാണ് മൃതസഞ്ജീവനി എന്ന് പറയുന്നത്. അതിൻ്റെ ബ്രാൻഡ് അംബാസഡർ ആര് തന്നെയാണ്? മോഹൻലാൽ തന്നെയാണ് കേട്ടോ. ഈ ശുഭയാത്രയും മൃതസഞ്ജീവനിയും ചോദിച്ചിട്ടുള്ളതാണ്. ഞാനിവിടെ നമ്മളിപ്പോൾ ഇന്ന് പഠിച്ചിട്ടുള്ള ഒരുവിധപ്പെട്ട എല്ലാ ക്വസ്റ്റ്യൻസ്, എല്ലാ പദ്ധതികളും ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ള പദ്ധതികളാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് 2025-ലും 2026-ലും ചോദിച്ചിട്ടുള്ള പദ്ധതികളെ ഒന്ന് പരിചയപ്പെടാം.
ആരോഗ്യ കേരളം പദ്ധതിയുടെ പ്രധാന ഉദ്ദേശം എന്താണ്? ആരോഗ്യ കേരളം പദ്ധതിയുടെ പ്രധാന ഉദ്ദേശം എന്താണ്? ആരോഗ്യ സേവനങ്ങൾ ഗ്രാമപ്രദേശങ്ങളിലെ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ആരോഗ്യ കേരളം പദ്ധതിയുടെ ഉദ്ദേശമായിട്ട് പറയുന്നത് കേട്ടോ. എന്താണ് ആരോഗ്യ കേരളം പദ്ധതിയുടെ പ്രധാന ഉദ്ദേശം? ആരോഗ്യ സേവനങ്ങൾ ഗ്രാമപ്രദേശങ്ങളിലെ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. ദരിദ്രരിൽ ദരിദ്രരായ ജനവിഭാഗത്തിന് തുച്ഛമായ വിലയ്ക്ക് ഭക്ഷ്യധാന്യങ്ങൾ നൽകുന്ന കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതി ഏതാണ്? അന്ത്യോദയ അന്നയോജന പദ്ധതിയാണ് കേട്ടോ. ദരിദ്രരിൽ ദരിദ്രരായിട്ടുള്ള ജനവിഭാഗങ്ങൾക്ക് തുച്ഛമായിട്ടുള്ള വിലയ്ക്ക് ഭക്ഷ്യധാന്യങ്ങൾ നൽകുന്ന കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയാണ് എന്ത് എന്ന് പറയുന്നത്? അന്ത്യോദയ അന്നയോജന പദ്ധതി. കേരള സർക്കാർ 2025 ഫെബ്രുവരിയിൽ തുടക്കമിട്ട ആരോഗ്യം ആനന്ദം എന്ന പദ്ധതി വഴി ഉദ്ദേശിക്കുന്നത് എന്താണ്? ക്യാൻസർ ബോധവൽക്കരണമാണ്. ആരോഗ്യം ആനന്ദം എന്ന് പറഞ്ഞിട്ടുള്ള പദ്ധതി എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ക്യാൻസർ ബോധവൽക്കരണത്തിന് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. 2025 ഫെബ്രുവരിയിലാണ് ഈ ഒരു പദ്ധതിക്ക് തുടക്കമിട്ടിട്ടുള്ളത്. ആരോഗ്യം ആനന്ദം ക്യാൻസർ ബോധവൽക്കരണവുമായിട്ടാണ് കേട്ടോ ബന്ധപ്പെട്ടിരിക്കുന്നത്. കേരളത്തിൽ 30 വയസ്സിന് മുകളിലുള്ള ജീവിതശൈലി രോഗങ്ങൾ സ്ക്രീൻ ചെയ്യുന്നതിനായോ ആശാപ്രവർത്തകർ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ്റെ പേരെന്താണ്? ശൈലി ആപ്പാണ് കേട്ടോ. ശൈലി ആപ്പാണ്. കേരളത്തിൽ 30 വയസ്സിന് മുകളിലുള്ള ജീവിതശൈലി രോഗങ്ങൾ സ്ക്രീൻ ചെയ്യുന്നതിനായി ആശാപ്രവർത്തകർ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ്റെ പേരാണ് ശൈലി എന്ന് പറയുന്നത്. കേരള സംസ്ഥാനത്ത് സാമൂഹ്യനീതി വകുപ്പ് പ്രവർത്തനം ആരംഭിച്ചത് എന്നാണ്? 1975 സെപ്റ്റംബർ 9 കേരള സംസ്ഥാനത്ത് സാമൂഹ്യനീതി വകുപ്പ് പ്രവർത്തനം ആരംഭിക്കുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്. 2026 ക്വസ്റ്റ്യൻ പേപ്പറാണ്. 1975 സെപ്റ്റംബർ 9 എന്ത് വരുന്നത്? കേരള സംസ്ഥാനത്ത് സാമൂഹ്യനീതി വകുപ്പ് പ്രവർത്തനം ആരംഭിക്കുന്നത്. ഇതിൻ്റെ ഇടയിൽ പെട്ടിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്, എന്നാലും ജസ്റ്റ് പഠിച്ചു പോയിക്കോളൂ. നിലവിലെ കേരള കർഷക കടാശ്വാസ കമ്മീഷൻ ചെയർമാൻ സ്ഥാനം വഹിക്കുന്നത് ആരാണ്? കെ എബ്രഹാം മാത്യു ആണ് കേട്ടോ. നിലവിലെ കേരള കർഷക കടാശ്വാസ കമ്മീഷൻ ചെയർമാൻ ആരാണ്? കെ എബ്രഹാം മാത്യു. നവജീവൻ പദ്ധതി നടപ്പിലാക്കുന്ന ഡിപ്പാർട്ട്മെന്റ് ഏത്? കണ്ടോ, നവജീവൻ പദ്ധതി നടപ്പിലാക്കുന്ന ഡിപ്പാർട്ട്മെന്റ് ഏതാണ്? തൊഴിലാണ് കേട്ടോ. തൊഴിൽ ഡിപ്പാർട്ട്മെന്റ് ആണ് നവജീവൻ പദ്ധതി നടപ്പിലാക്കുന്നത്. മാറാരോഗങ്ങളായ ഹീമോഫീലിയ, സിക്കിൾ സെൽ അനീമിയ, തലാസീമിയ, സെറിബ്രൽ പാൾസി മുതലായവ ബാധിച്ച 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ ഉറപ്പാക്കുന്ന കേരള സർക്കാർ നടപ്പിലാക്കി വരുന്ന പദ്ധതിയുടെ പേര് എന്താണ്? താലോലമാണ് അല്ലേ? താലോലമാണ്. ഗുരുതരമായിട്ടുള്ള രോഗങ്ങൾ ബാധിച്ച 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ ഉറപ്പാക്കുന്ന പദ്ധതി ഏതാണ്? താലോലമാണ്. ഏതൊക്കെയാണ്? ഹീമോഫീലിയ, അരിവാൾ രോഗം, തലാസീമിയ, സെറിബ്രൽ പാൾസി, ഇതൊക്കെ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. വയോജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി രാജ്യത്താദ്യമായി രൂപീകരിച്ച കേരള സംസ്ഥാന വയോജന കമ്മീഷന്റെ ചെയർമാൻ ആരാണ്? ശ്രീ കെ സോമപ്രസാദ് ആണ് കേട്ടോ. കേരള സംസ്ഥാന വയോജന കമ്മീഷന്റെ അധ്യക്ഷൻ ആരാണ്? കെ സോമപ്രസാദ്. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ കേരളത്തിലെ ആരോഗ്യ മേഖലയെ സംബന്ധിച്ചിട്ടുള്ള തെറ്റായ പ്രസ്താവനകൾ കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. കേരളത്തിലെ ശരാശരി ആയുർദൈർഘ്യം മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഏറ്റവും ഉയർന്നതും ദേശീയ ശരാശരിയേക്കാൾ കൂടുതലുമാണ്. കേരളത്തിലെ ശിശുമരണ നിരക്ക് ദേശീയ ശരാശരിയേക്കാൾ ഉയർന്നതാണ്. ആശ്വാസം എന്ന സംരംഭം ആർദ്രം മിഷന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. ഇതിൽ 2 മാത്രമാണ് തെറ്റായിട്ടുള്ളത് അല്ലേ? കേരളത്തിലെ ശിശുമരണ നിരക്ക് ദേശീയ ശരാശരിയേക്കാൾ ഉയർന്നതാണ് എന്ന് പറയുന്നത് തെറ്റാണ് അല്ലേ? നമ്മുടെ കേരളത്തിലെ ശിശുമരണ നിരക്ക് വളരെ കുറവാണ്. ആ ശരിയായിട്ടുള്ള 2 സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. കേരളത്തിലെ ശരാശരി ആയുർദൈർഘ്യം മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഏറ്റവും ഉയർന്നതും ദേശീയ ശരാശരിയേക്കാൾ കൂടുതലുമാണ്. അതുപോലെ തന്നെ ആശ്വാസം എന്ന സംരംഭം ആർദ്രം മിഷന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. ആശ്വാസം എന്ന സംരംഭം എന്താണ്? ആർദ്രം മിഷന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങൾക്കായുള്ള ചെങ്ങാതി എന്ന പദ്ധതി താഴെ പറയുന്നവയിൽ ഏത് വിഭാഗത്തിന്റെ ഉന്നമനം ലക്ഷ്യമിട്ടിട്ടുള്ള പദ്ധതിയാണ്? ഏതാണ്? കുടിയേറ്റ തൊഴിലാളികൾക്കുള്ള പ്രത്യേക സാക്ഷരതാ പരിപാടിയാണ് എന്ത് എന്ന് പറയുന്നത്? ചെങ്ങാതി എന്ന് പറയുന്നത് കേട്ടോ. ചെങ്ങാതി പദ്ധതി എന്താണ്? കുടിയേറ്റ തൊഴിലാളികളുടെ, അതിഥി തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേക സാക്ഷരതാ പരിപാടിയാണ്. കുടുംബശ്രീ സംവിധാനത്തിലെ മധ്യതലമായ ADS ഭരണസമിതിയിലെ ആകെ അംഗങ്ങൾ എത്രയാണ്? 11 കേട്ടോ. കുടുംബശ്രീ സംവിധാനത്തിലെ മധ്യതലമായിട്ടുള്ള ADS ഭരണസമിതിയിലെ ആകെ അംഗങ്ങൾ 11. കേരളത്തിൽ സർക്കാർ തലത്തിൽ നടപ്പിലാക്കിയിട്ടുള്ള മരണാനന്തര അവയവ കൈമാറ്റ പദ്ധതി ഏതാണ്? നമ്മളിപ്പോൾ പറഞ്ഞുള്ള ഏതാണ്? മൃതസഞ്ജീവനിയാണ് അല്ലേ? ആരാണ് അതിൻ്റെ ബ്രാൻഡ് അംബാസിഡർ? മോഹൻലാലാണ്. കേരളത്തിലെ സമ്പൂർണ്ണ അവയവദാന പദ്ധതിയാണ് എന്ത് എന്ന് പറയുന്നത്? മൃതസഞ്ജീവനി.
ട്രാൻസ്ജെൻഡർ വ്യക്തികളെ മുഖ്യധാരയിൽ എത്തിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതി ഏതാണ്? അനന്യം പദ്ധതിയാണ് കേട്ടോ. അനന്യം പദ്ധതി എന്താണ്? ട്രാൻസ്ജെൻഡർ വ്യക്തികളെ മുഖ്യധാരയിൽ എത്തിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ള കേരള സർക്കാർ ആവിഷ്കരിച്ചിട്ടുള്ള പദ്ധതിയാണ് അനന്യം പദ്ധതി. ആർദ്രം ആരോഗ്യക്ഷേമ പദ്ധതിയുടെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നത് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെയാണ്? 2, 3 മാത്രമാണ് ഇവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എന്താണ്? സർക്കാർ ആശുപത്രികളുടെ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തുക, സർക്കാർ ആശുപത്രികൾ രോഗീ സൗഹൃദ പരിചരണം ഉറപ്പാക്കുക എന്നിവയാണ് ആർദ്രം ആരോഗ്യ പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇവിടെ വേറെ 2-3 ക്വസ്റ്റ്യൻ ഇടയിൽ കയറിയിട്ടുണ്ട്. നമുക്ക് അതും കൂടെ ജസ്റ്റ് നോക്കി പോവാം. താഴെ തന്നിരിക്കുന്നതിൽ നിന്നും ശരിയായ ജോഡി കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. B3യുടെ എന്താണ് കുറവ് മൂലമാണ് പെല്ലഗ്ര രോഗമുണ്ടാകുന്നത് അല്ലേ? ശരിയായിട്ടുള്ളത് എന്താണ്? B3 പെല്ലഗ്ര. സാമൂഹ്യനീതി വകുപ്പിന്റെ കീഴിലുള്ള സർക്കാർ വൃദ്ധസദനങ്ങളിലെ താമസക്കാരുടെ ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കാൻ ഉദ്ദേശിച്ച് ആവിഷ്കരിച്ച് നടപ്പിലാക്കിയ പദ്ധതി ഏതാണ്? വയോ അമൃതമാണ്. സാമൂഹ്യനീതി വകുപ്പിന്റെ കീഴിലുള്ള സർക്കാർ വൃദ്ധസദനങ്ങളിലെ താമസക്കാരുടെ ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ള പദ്ധതിയാണ് വയോ അമൃതം എന്ന് പറയുന്നത്. അടുത്ത എംഫിസിമ എന്ന രോഗം ഏത് ഭാഗത്തെയാണ് ബാധിക്കുന്നത്? ശ്വാസകോശത്തെയാണ്. പുകവലി മൂലം ഉണ്ടാകുന്ന ഒരു രോഗമാണ് എംഫിസിമ. സ്നേഹക്കൂട് എന്ന കേരള സർക്കാരിന്റെ പുനരധിവാസ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് താഴെ തന്നിരിക്കുന്നവരിൽ ഏത് വിഭാഗത്തിൽപ്പെട്ടവരെയാണ്? സ്നേഹക്കൂടാണ്, നമ്മൾ പറഞ്ഞതാണ്. ഏതാണ്? മാനസികാരോഗ്യ പ്രശ്നങ്ങൾ ചികിത്സിച്ച് സുഖം പ്രാപിച്ചവർക്ക് വേണ്ടിയിട്ടുള്ള പുനരധിവാസ പദ്ധതിയാണ് സ്നേഹക്കൂട് എന്ന് പറയുന്നത്. ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിനായി കേരള സർക്കാർ നടപ്പിലാക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ ഏതാണ്? ശൈലിയാണ്. ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കാനായിട്ടുള്ള കേരള സർക്കാർ നടപ്പിലാക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ ഏതാണ്? ശൈലി. കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിൽ പരിശോധനകൾ നടത്തി വിവിധ അർബുദങ്ങളെക്കുറിച്ചുള്ള പ്രാരംഭ കണ്ടെത്തലിനും അവബോധത്തിനും പ്രാധാന്യം നൽകുന്ന പ്രചാരണ പരിപാടി ഏതാണ്? ആരോഗ്യം ആനന്ദമാണ് കേട്ടോ. കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിൽ പരിശോധനകൾ നടത്തി വിവിധ അർബുദങ്ങളെക്കുറിച്ചുള്ള, നമ്മൾ നേരത്തെ പറഞ്ഞൂലേ ക്യാൻസറിനെ കുറിച്ചിട്ടുള്ള ക്യാൻസറിനെ കുറിച്ചിട്ടുള്ള എന്താണ് ബോധവൽക്കരണ പരിപാടിയാണ് എന്ന് പറയുന്നത് ആരോഗ്യം ആനന്ദം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രചാരണ പരിപാടി. അത് ഇപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യമല്ലേ ചോദിക്കുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ ആരോഗ്യ ദൗത്യം അഥവാ പൊതുജനാരോഗ്യ ഇൻഷുറൻസ് പദ്ധതി ഏതാണ്? ആയുഷ്മാൻ ഭാരതാണ് കേട്ടോ. PMJ പ്രധാനമന്ത്രിയുടെ ആയുഷ്മാൻ ഭാരതാണ് ലോകത്തിലെ ഏറ്റവും വലിയ ആരോഗ്യ ദൗത്യം അല്ലെങ്കിൽ പൊതുജനാരോഗ്യ ഇൻഷുറൻസ് പദ്ധതി എന്ന് പറയുന്നത്. അംഗീകൃത സാമൂഹികാരോഗ്യ പ്രവർത്തകരായ ആശ എന്നതിൻ്റെ പൂർണ്ണരൂപം എന്താണ്? അക്രഡിറ്റഡ് സോഷ്യൽ ഹെൽത്ത് ആക്ടിവിസ്റ്റ് എന്നുള്ളതാണ് കേട്ടോ. ആശ എന്നതിൻ്റെ പൂർണ്ണരൂപം അക്രഡിറ്റഡ് സോഷ്യൽ ഹെൽത്ത് ആക്ടിവിസ്റ്റ് എന്നുള്ളതാണ് ആശയുടെ പൂർണ്ണരൂപം. ട്രാൻസ്ജെൻഡർ വ്യക്തികളെ മുഖ്യധാരയിൽ എത്തിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതി, ഇപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ, അത് അനന്യം പദ്ധതിയാണ്. താഴെ തന്നിരിക്കുന്നതിൽ കേരള ഗവൺമെന്റിന്റെ സൗജന്യ ക്യാൻസർ ചികിത്സാ പദ്ധതി ഏതാണ്? സുഹൃതം പദ്ധതിയാണ് കേട്ടോ. താഴെ തന്നിരിക്കുന്നതിൽ കേരള ഗവൺമെന്റിന്റെ സൗജന്യ ക്യാൻസർ ചികിത്സാ പദ്ധതി ഏതാണ്? സുഹൃതമാണ്. അതിഥി തൊഴിലാളികളുടെ കുട്ടികളുടെ വിദ്യാഭ്യാസ പുരോഗതിക്ക് വേണ്ടി കേരള സർക്കാർ ആവിഷ്കരിച്ചിട്ടുള്ള പദ്ധതിയാണ് ജ്യോതി എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ജ്യോതി ആർക്ക് വേണ്ടിയിട്ടാണ്? അതിഥി തൊഴിലാളികളുടെ കുട്ടികളുടെ വിദ്യാഭ്യാസ പുരോഗതിക്ക് വേണ്ടിയിട്ട് കേരള സർക്കാർ ആവിഷ്കരിച്ചിട്ടുള്ള പദ്ധതിയാണ് ജ്യോതി എന്ന് പറയുന്നത്. ചങ്ങാതിമാർക്ക് വേണ്ടിയിട്ടാണ്, കുടിയേറ്റ തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് ചങ്ങാതി എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞു. വൺ ഹെൽത്ത് പ്രോഗ്രാമിൻ്റെ പ്രധാന ലക്ഷ്യം എന്താണ്? വൺ ഹെൽത്ത് പ്രോഗ്രാമിൻ്റെ മനുഷ്യൻ, മൃഗങ്ങൾ, പരിസ്ഥിതി എന്നിങ്ങനെ 3 മേഖലകളുടെ ആരോഗ്യ സംരക്ഷണം ഏകോപിപ്പിച്ചുള്ള സംയുക്ത പ്രവർത്തനം ഉറപ്പാക്കുകയാണ് വൺ ഹെൽത്തിലൂടെ ലക്ഷ്യമിടുന്നത്. എന്തൊക്കെയാണ്? മനുഷ്യൻ, മൃഗങ്ങൾ, പരിസ്ഥിതി അങ്ങനെ 3 മേഖലകളുടെ ആരോഗ്യ സംരക്ഷണം ഏകോപിപ്പിച്ചുകൊണ്ട് സംയുക്ത പ്രവർത്തനം ഉറപ്പാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് വൺ ഹെൽത്തിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. കേരളത്തിലെ ആരോഗ്യ വകുപ്പ് നഗരങ്ങളിലെ ചേരികളിൽ താമസിക്കുന്ന സാധാരണക്കാരുടെ ആരോഗ്യ സംരക്ഷണത്തിനായി നടപ്പിലാക്കി വരുന്ന പദ്ധതി ഏതാണ്? ഉഷസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ? കേരളത്തിലെ ആരോഗ്യ നഗരങ്ങളിലെ ചേരികളിൽ താമസിക്കുന്ന സാധാരണക്കാരുടെ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് എന്ന് പറയുന്നത് ഉഷസ്. താഴെ തന്നിരിക്കുന്നതിൽ ഏത് ജില്ലയിലാണ് മനസ്വിനി എന്ന പേരിൽ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ അയൽക്കൂട്ടം രൂപീകരിക്കപ്പെട്ടിട്ടുള്ളത്? എവിടെയാണ്? കോട്ടയം ജില്ലയിലാണ് കേട്ടോ. കോട്ടയം ജില്ലയിലാണ് ആദ്യത്തെ ട്രാൻസ്ജെൻഡർ അയൽക്കൂട്ടം രൂപീകരിക്കപ്പെട്ടത്. പേര്? മനസ്വിനി എന്നാണ് കേട്ടോ. മനസ്വിനി.
കേരള സർക്കാർ കേരള സംസ്ഥാന രൂപീകരണത്തിൽ വജ്ര ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി ആരംഭിച്ച നവകേരള മിഷൻ ഉദ്ഘാടനം ചെയ്തത് ഇവരിൽ ആരാണ് പി സദാശിവമാണ് കേട്ടോ നവകേരള മിഷൻ ഉദ്ഘാടനം ചെയ്തിട്ടുണ്ടായിരുന്നത്. കേരള സർക്കാർ സംസ്ഥാന രൂപീകരണത്തിന്റെ വജ്ര ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി ആരംഭിച്ച നവകേരള മിഷൻ ഉദ്ഘാടനം ചെയ്തത് ആരാണ്? പി സദാശിവം. രാഷ്ട്രീയ വയോശ്രീ യോജന പദ്ധതി താഴെ പറയുന്നവയിൽ ഏതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? രാഷ്ട്രീയ വയോശ്രീ യോജന പദ്ധതി എന്തുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഓപ്ഷൻ 2 വാർദ്ധക്യ സഹജമായ വൈകല്യങ്ങൾ അനുഭവിക്കുന്ന മുതിർന്ന പൗരന്മാർക്ക് സഹായകമായ ജീവിത ഉപകരണങ്ങൾ നൽകുന്നത് സംബന്ധിച്ചിട്ടുള്ളതാണ് കേട്ടോ രാഷ്ട്രീയ വയോശ്രീ യോജന പദ്ധതി എന്ന് പറയുന്നത്. ഓപ്ഷൻ ബി ആണ് ആൻസർ, 2 മാത്രം എന്നുള്ളതാണ് കേട്ടോ. വാർദ്ധക്യ സഹജമായ വൈകല്യങ്ങൾ അനുഭവിക്കുന്ന മുതിർന്ന പൗരന്മാർക്ക് സഹായകമായിട്ടുള്ള ജീവിത ഉപകരണങ്ങൾ നൽകാനുള്ള ഒരു പദ്ധതിയാണ് രാഷ്ട്രീയ വയോശ്രീ യോജന പദ്ധതി എന്ന് പറയുന്നത്. 15 മുതൽ 35 വയസ്സ് വരെ ഉള്ള യുവജനങ്ങൾക്ക് സാംസ്കാരിക കലാകായിക മത്സരങ്ങളിൽ കഴിവ് തെളിയിക്കുന്നതിന് വേണ്ടിയുള്ള കേരള സർക്കാർ നടപ്പിലാക്കിയ പദ്ധതി ഏതാണ്? കേരളീയമാണ് കേട്ടോ, കേരളീയമാണ്. 15 മുതൽ 35 വയസ്സ് വരെ കേട്ടോ, 15 മുതൽ 35 വയസ്സ് വരെയുള്ള യുവജനങ്ങൾക്ക് സാംസ്കാരിക കലാകായിക മത്സരങ്ങളിൽ കഴിവ് തെളിയിക്കാൻ വേണ്ടിയിട്ടുള്ള കേരള സർക്കാർ നടപ്പിലാക്കിയ പദ്ധതി ഏതാണ്? കേരളീയം. മാലിന്യമുക്ത കേരളത്തിനായി കേരള സർക്കാർ നടപ്പിലാക്കിയ പദ്ധതി ഏതാണ്? സ്നേഹാരാമം പദ്ധതിയാണ് കേട്ടോ, സ്നേഹാരാമം പദ്ധതിയാണ് മാലിന്യമുക്ത കേരളത്തിനായി കേരള സർക്കാർ നടപ്പിലാക്കിയിട്ടുള്ള പദ്ധതി. മാറാരോഗങ്ങളായ ഹീമോഫീലിയ, അരിവാൾ രോഗം, തലാസീമിയ, സെറിബ്രൽ പാൾസി തുടങ്ങി ബാധിച്ച 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ ലഭ്യമാക്കുന്ന കേരള സർക്കാർ നടപ്പിലാക്കി വരുന്ന പദ്ധതി ഏതാണ്? താലോലമാണ്. ഇത് നേരത്തെ വന്ന ക്വസ്റ്റ്യൻ ആണ്. കേരള സർക്കാർ നടപ്പിലാക്കിയ ആർദ്രം മിഷന്റെ പ്രധാന ലക്ഷ്യം എന്താണ്? പൊതുജനാരോഗ്യ കേന്ദ്രങ്ങളെ ജനസൗഹൃദപരമാക്കുക എന്നുള്ളതാണ് ആർദ്രം മിഷന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് ആർദ്രം മിഷൻ ഇപ്പോൾ 2ാമത്തെ പ്രാവശ്യം കണ്ടാ ചോദിക്കുന്നത്. ചങ്ങാതി നമ്മൾ നേരത്തെ പറഞ്ഞതല്ലേ, ചങ്ങാതി എന്താണ്? കുടിയേറ്റ തൊഴിലാളികൾക്കുള്ള പ്രത്യേക സാക്ഷരതാ പദ്ധതിയാണ് ചങ്ങാതി എന്ന് പറയുന്നത്. വയോജന സംരക്ഷണവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകൾ ശരിയായതാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ 1ഉം 3ഉമാണ് ശരിയായിട്ടുള്ളത്. വയോജന ക്ഷേമത്തിനായി രാജ്യത്താദ്യമായി കമ്മീഷൻ രൂപീകരിക്കാൻ വ്യവസ്ഥ ചെയ്യുന്ന കേരള വയോജന കമ്മീഷൻ ബില്ല് കേരള നിയമസഭ പാസാക്കിയിട്ടുണ്ട്. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള വയോജനങ്ങൾക്ക് കൃത്രിമ ദന്തങ്ങളുടെ പൂർണ്ണ സെറ്റ് സൗജന്യമായി വെച്ചു കൊടുക്കലാണ് മന്ദഹാസം പദ്ധതിയിലൂടെ സാമൂഹ്യനീതി വകുപ്പ് ലക്ഷ്യമിടുന്നത്. നമുക്കറിയാലോ മന്ദഹാസം പദ്ധതി എന്താണ്? കൃത്രിമ ദന്തങ്ങൾ പൂർണ്ണ സെറ്റ് സൗജന്യമായിട്ട് ആർക്ക് കൊടുക്കുക? ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള വയോജനങ്ങൾക്ക് നൽകുന്ന പദ്ധതിയാണ് മന്ദഹാസം പദ്ധതി എന്ന് പറയുന്നത്. ഇനി ഇവിടെ 2ൽ എന്താണ് തെറ്റ്? പ്രമേഹ രോഗികളായ വയോജനങ്ങൾക്ക് സൗജന്യമായി ഗ്ലൂക്കോമീറ്റർ നൽകുക എന്ന ലക്ഷ്യത്തോടെ കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ വഴി നടപ്പിലാക്കുന്ന പദ്ധതി എന്താണ്? വയോമിത്രം. വയോമിത്രമല്ല, എന്തായിരുന്നു? വയോമധുരമായിരുന്നു അല്ലെ ഗ്ലൂക്കോമീറ്റർ സൗജന്യമായിട്ട് നൽകുന്നത്. കേരള സംസ്ഥാന സാക്ഷരതാ മിഷൻ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് ഏത്? 1ഉം 2ഉമാണ് ഇവിടെ ശരിയായിട്ടുള്ളത്. കേരള സർക്കാരിൻ്റെ പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള ഒരു സ്വയം ഭരണ സ്ഥാപനമാണ് കേരള സുരക്ഷാ മിഷൻ അതോറിറ്റി എന്ന് പറയുന്നത്. കേരള സർക്കാരിൻ്റെ പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള ഒരു സ്വയം ഭരണ സ്ഥാപനമാണ് കേരള സാക്ഷരതാ മിഷൻ അതോറിറ്റി എന്ന് പറയുന്നത്. സംസ്ഥാനത്ത് സാക്ഷരതയും തുടർ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളും ഏകോപിപ്പിക്കുന്നതിനും സജീവമാക്കുന്നതിനും വേണ്ടിയിട്ടാണ് ഇത് രൂപീകൃതമായിട്ടുള്ളത്. അങ്ങനെ നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കേരള സർക്കാർ ആരോഗ്യ സുരക്ഷാ പദ്ധതികളൊക്കെ നമ്മൾ നോക്കിയിട്ടുണ്ട്. അപ്പം നന്നായിട്ട് പഠിക്കുക കേട്ടോ. ഇനി നമ്മളിത് ഇപ്പം പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മളത് റിവിഷന് വേണ്ടിയിട്ട് മാത്രമേ എടുക്കാൻ പാടുള്ളൂ. അതായത് ജൂലൈ 1 ആകുമ്പോഴേക്ക് റിവിഷൻ തുടങ്ങണം. എല്ലാ ഭാഗത്തുനിന്നും ജൂലൈയിൽ നിങ്ങൾ മാക്സിമം കൂടുതലായിട്ടൊന്നും പഠിക്കാണ്ടിരിക്കുക. കിട്ടുന്ന സമയം അത്രയും റിവിഷന് വേണ്ടിയിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് പ്രിലിംസിന് വേണ്ടിയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിരഞ്ഞെടുത്ത കറണ്ട് അഫയേഴ്സ് ഞാൻ ഓൾറെഡി ക്ലാസ് ഇട്ടിട്ടുണ്ട്. കാണാത്തവർ കയറിയിട്ട് താല്പര്യമുണ്ടെങ്കിൽ കാണാത്തവർ കയറിയിട്ട് കണ്ടു നോക്കുക കേട്ടോ. എന്തായാലും തീർച്ചയായിട്ടും യൂസ്ഫുൾ ആവുമേ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആവുകയാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. എനിക്കറിയുന്നില്ല നിങ്ങൾക്കത് യൂസ്ഫുൾ ആയി എന്നുള്ളതൊന്നും. അപ്പോൾ നിങ്ങൾക്കത് യൂസ്ഫുൾ ആയിട്ടെന്ന് തോന്നുകയാണെങ്കിൽ, നല്ല ക്ലാസ് ആണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. കൂട്ടത്തിലൊന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ വീണ്ടും നമുക്ക് നല്ലൊരു ക്ലാസ്സിൽ കാണാവേ. Thank you.